പെട്ടെന്ന് പേടിച്ചോ? എന്താ ഞാൻ വെച്ച് ആ വണ്ടി അവിടെ നിൽക്കുവാന്ന്. അവിടെ ഇതേപോലെ ആയിരുന്നു, ഒരു മനുഷ്യനെ കാണാനില്ല കേട്ടോ. ഇങ്ങനെ പോയപ്പോഴത്തേനെ ഒരു അമ്മും മാട്ട തലയിൽ കൂടെ മുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ നമുക്ക് ഒരു കണ്ടെത്തിയിട്ടില്ല. ഒന്ന് പറയാൻ മനസ്സിലാവുന്നു. ആനപ്പിണ്ടം കണ്ടേ, പച്ച ആനപ്പിണ്ടം. അല്ലല്ല, ഇവിടെ ഉണ്ടോ എനിക്കൊന്ന് സംശയമാ. പക്ഷെ ഇവിടെ പോയിട്ടുണ്ട്. ഇത് തന്നെ വഴിയാ. അത് ഇത് വഴിയാ. വണ്ടി കാണുമ്പോഴൊരു ആശ്വാസം. വണ്ടി ഉണ്ടല്ലോ വഴി കുറവാന്നല്ലോ. ഫോട്ടോ ഈ ഒറ്റയ്ക്ക് പോകുന്നവരെ സമ്മതിക്കണം. എണ്ണ 3 കുറ്റി കാണിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമുക്കിട്ടുള്ള പണിയാണോ പെട്ടെന്ന് ഒരു കുറ്റി അങ്ങ് കാണിക്കുമെന്ന് ആലോചിച്ചോക്കെ. എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ആരും ഒരു ഹെൽപ്പ് പോലും ചെയ്യത്തില്ല. നല്ല പച്ച സാധനം. ഇത് പക്ഷേ കുറച്ച് റിസ്ക് ആണ്. ഈ കയറ്റം ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കയറ്റേ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും കയറി പോകാൻ കുറച്ച് റിസ്ക്കാ. വഴി അതിനൊന്നും നല്ലതായിരുന്നു. ഇത്രേ ഉള്ളെങ്കിൽ ഓക്കെ. മൊത്തം ഇതാണെങ്കിലേ അതൊക്കെ പോവാൻ ഇതിനെന്തേലും പറ്റിക്കഴിഞ്ഞാലേ ടയറിനെന്തേലും പറ്റി. ഒരു സ്റ്റെപ്പിന് പോലും ഉണ്ടോ വണ്ടിക്കത്തില്ലല്ലോ. പക്ഷെ കാട്ടി വെച്ച് മാറുന്ന കാര്യ. അങ്ങേര് പറഞ്ഞ സിനിമ ഒഴിച്ചുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്നില്ലയോ? എനിക്ക് വേറൊന്നിനും പേടിയില്ല. ആനയെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ആന പേടിക്കണ്ട. ആന കിട്ടിയ ഓടി പോകത്തില്ലാണോ? തിന്നത്തൊന്നുമില്ലല്ലോ. ഇല്ല മാൻ, ആനയില്ലേ നമ്മളെ വന്ന് ഈ കടുവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. വണ്ടിക്കകത്തിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആനയില്ലേ നമ്മൾ പേടിക്കുന്നില്ല. നമ്മൾ വണ്ടിക്കകത്തൊന്നും തട്ടുന്ന ആനയും കാട്ടിയും ഈ വരുന്നത് 2 പോത്തന്മാര്. ഇവന്മാരൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും മാൻ. ഇത് കുറച്ച് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇത്രയും റോഡിൽ കൂടെ ഞാൻ ആദ്യമായിട്ട് പോവുക. ഇതിനകത്തിട്ടാണ് യൂട്യൂബിനകത്തിട്ട് ഇങ്ങനെ ഇപ്പം വ്യൂസ് കയറി അടിച്ചങ്ങ് കൊല്ലും. എന്തായാലും പോവാ തന്നെ. എന്തായാലും പോവാം. പെട്രോൾ അവിടെ കിടക്കാം. ഇയാളില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ
ഇല്ലായിരുന്നേ എന്തോ ഇതേനെ ഇല്ലായിരുന്നെ എന്തോ ഇതേനെ. ആന വന്നു ഞാൻ എന്തു ചെയ്യുന്നറിയാവോ? ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, പക്ഷെ ഒരു പേടിയുണ്ട്. ആന വന്ന ഒന്നും ചെയ്യണ്ട. ഇതുപോലെ ഏതെങ്കിലും ഒരു ഇടയ്ക്ക് കുറച്ച് സ്ഥലം കിട്ടുമല്ലേ, ഇതുപോലെ അങ്ങോട്ട് കയറ്റി അങ്ങ് ഇങ്ങനെ ഒളിച്ചിരിക്കുമല്ലേ, അതുപോലെ അങ്ങ് നിർത്തിക്കണം. വേറൊന്നും ചെയ്യില്ല. ഇടത്ത് സൈഡിലോട്ട് കേട്ടില്ല, ഇടത്ത് സൈഡിൽ കുഴിയാ. ഇവിടെ വെച്ചിട്ട് ആന ഓടിക്കാൻ വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതും ദിവമാമനെ അവരിവിടെ വന്നോ ഇനി? ഇവിടെ വരെ കണ്ട് ദിവമാൻ വന്നു. അവിടെ കണ്ട് ആന നിൽക്കുക. അപ്പൊ അവിടുന്ന് ആന ഓടിക്കൊണ്ട് വരുക. ദിവമാൻ ഇവിടെ ഇങ്ങനെ തിരിച്ചു ഓടുന്ന ഒരു വീഡിയോ. അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു പേടിയാണ്. അവരെ ഒന്നും കൊണ്ടുവരേണ്ടത് റിസ്ക്കാ. ഇത് വലിയ താറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഫോൺ അടിച്ചുകൂടല്ലേ? ഫോൺ അടിച്ചുകൂടാ. വണ്ടി പോകുന്ന എന്ത് ധൈര്യം? അത് തന്നെ എൻ്റെ ധൈര്യം. ഇപ്പൊ എങ്ങനെയുണ്ട്? അഡ്വഞ്ചർ ആയിട്ടുണ്ട്. നമ്മുടെ പരിസരം പോലെയൊക്കെ ഇരിക്കുന്നു കേട്ടാ. ഇത് നമ്മുടെ ആ വീടിൻ്റെ അതുപോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടാ. കോൺസെൻട്രേഷൻ കളയാതെ ഞാൻ ഒരു വകയ്ക്കാ പിടിച്ചോണ്ടിരുന്നത്. ഇതെനിക്ക് പക്ഷെ ഭയങ്കര ഒരു അഡ്വഞ്ചർ ഫീൽ തരുന്നുണ്ടേ. നമ്മൾ വന്നതിനെക്കാട്ടി കൂടുതൽ കട്ടണം കേട്ടോ. അപ്പൊ കുറച്ച് ഇതായിട്ട് പോണേ, അല്ലെങ്കിൽ പണി ആ വണ്ടി കയറി പോകാനും പോകണ്ട. ബാക്കിലൂടെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അതുവഴിയായിരുന്നെങ്കിൽ അവിടെ വലിയ കട്ടർ അതുവഴിയായിരുന്നെങ്കിലോ സെക്കൻഡ് പോയിരുന്നില്ലേ? ഇതിങ്ങനെ അവിടം വരെ ഇങ്ങനെയാണെങ്കിൽ എന്തോ ഈമാൻ. ഇതിലൊക്കെ അമ്മ എങ്ങനെ വരുന്ന ഈ വഴി കൂടെ? അതല്ല എനിക്ക് പേടി. പെട്രോൾ തീരുമെങ്കിൽ നല്ല പേടിയുണ്ട്. എനിക്കും പേടിയുണ്ട് കേട്ടോ. എനിക്കും പേടി ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട്. അതല്ല വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു, റേഞ്ച് ഇല്ല. അല്ല ഇങ്ങോട്ട് കയറ്റി കുറച്ച് ഇങ്ങോട്ട് കയറ്റി. ഇനി റോഡ് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഒന്ന് ആന വരുമോ, ഒന്ന് വണ്ടിക്ക് വല്ല സംഭവിക്കും. അവന്മാർക്ക് ബൈക്കിനകത്തൊക്കെ വരുന്ന അവന്മാരുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞേ കൊച്ചു ഫുണ്ടകള്.
വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനത്തെ വീഡിയോ ഇതെങ്ങനത്തെ വീഡിയോ ഇടും? അത് കുഴപ്പമില്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ചേച്ചിയൊക്കെ ഭയന്നൂരെന്ന് ചിരിക്കുകയോ പറഞ്ഞു. മറ്റേ നമ്മുടെ വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അടി മൊത്തം ഇടിച്ച് മൊത്തം നശിച്ചേനെ. ഇത് അടിയൊന്നും ഇടിച്ച് അടിക്കുന്നില്ല, ഒന്നും അടിക്കുന്നില്ല.